Good morning. Corporate Regulations എന്ന സബ്ജക്റ്റിലെ ഇൻട്രൊഡക്ഷൻ ടു കമ്പനീസ് ആക്ട് 2013 എന്ന ചാപ്റ്ററിൽ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കമ്പനിയിലെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അത് നമ്മുടെ ഒരു 10 പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഒരു കമ്പനി ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ കമ്പനിക്ക് ഉണ്ടാവുന്ന ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈപ്സ് ഓഫ് കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് ബേസ് വെച്ചിട്ട് കുറേ ബേസുകളുണ്ട്. അതിൽ ഒരു ബേസാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. അതിൽ ചാർട്ടേഡ് കമ്പനി പഠിച്ചു, അതുപോലെ രജിസ്റ്റേർഡ് കമ്പനി പഠിച്ചു, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്നാണ് നമ്മൾ നോക്കി. ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷനിലെ നമ്മൾ 3 സബ് ക്ലാസിഫിക്കേഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇനി സെക്കൻഡ് ബേസ് എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി. ഇന്നലെ പഠിച്ചത് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ ആയിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റിയുടെ ബേസിലാണ് നമ്മൾ കമ്പനീനെ ക്ലാസിഫൈ ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ ഫസ്റ്റ് വൺ ഈസ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. അത് നമ്മൾ ഇന്നലെ അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന പറഞ്ഞ പോയിന്റിൻ്റെ അണ്ടറിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നു. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ പഠിക്കാം. ദാറ്റ് ഈസ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. Company limited by shares means a company having the liability of its members limited by the memorandum to the amount if any unpaid on the shares respectively held by them. അതാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 22 പ്രകാരമുള്ള കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസിൻ്റെ മീനിങ് ആയിട്ട് കമ്പനീസ് ആക്ടിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഒന്നുകൂടി ഞാൻ വായിക്കാം. എ കമ്പനി ഹാവിംഗ് ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് limited by the memorandum to the amount if any unpaid on the shares respectively held by them. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു കമ്പനിയിൽ 10 ഷെയർ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ഷെയറിന് 100 രൂപ വെച്ചിട്ട് ആ കമ്പനിയിലത്തെ 10 ഷെയർസാണ് ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നത്. ഒരു ഷെയറിന് 100 രൂപ വെച്ചിട്ടാണ് ഞാൻ അത് പർച്ചേസ് ചെയ്തേക്കുന്നത്. അതിന് ആ കമ്പനി 80 രൂപ വരെ മാത്രമേ അവർ കോൾഡപ്പ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 20 അൺകോൾഡ് ആണ്, അൺപെയ്ഡ് മണിയാണ്. അപ്പോൾ എൻ്റെ ആസ് എ ഷെയർ ഹോൾഡർ എൻ്റെ ആ കമ്പനിയിലെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ എത്രയും കൂടെ കൊടുക്കാനുള്ളൂ, 20 രൂപയും കൂടെ കൊടുക്കാനുള്ള. 10 ഷെയർസിൻ്റെ 20 രൂപ വെച്ചിട്ട് 200 റുപ്പീസും കൂടെ എനിക്ക് കൊടുത്ത് തീർക്കാനുള്ളൂ. അപ്പോൾ എൻ്റെ ലയബിലിറ്റി എത്രയുള്ളൂ, 200 രൂപയും എൻ്റെ മാക്സിമം ലയബിലിറ്റി വരണുള്ളൂ. ആ കമ്പനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യേണ്ട മാക്സിമം എമൗണ്ട് ഓഫ് റുപ്പീസ് എന്ന് പറയുന്നത് 200 റുപ്പീസാണ്. അതാണ് പറഞ്ഞേക്കുന്നത്. ടു ദ എമൗണ്ട് ഇഫ് എനി അൺപെയ്ഡ് ഓൺ ദ ഷെയർസ് റെസ്പെക്റ്റീവ്ലി ഹെൽഡ് ബൈ ദം. ഞാൻ ആ കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ട് ഏതെങ്കിലും എത്ര എമൗണ്ടെങ്കിലും അൺപെയ്ഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ ആ അൺപെയ്ഡ് എമൗണ്ടിൻ്റെ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ലയബിലിറ്റി മാത്രമേ എൻ്റെ പേരിൽ ഉണ്ടാവുള്ളൂ. ദാറ്റ് മീൻസ് ഇഫ് എ ഷെയർ ഹോൾഡർ ഹാസ് ഓൾറെഡി പെയ്ഡ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഹിസ് ഷെയർസ് ഹി ഷാൽ ഹാവ് നോ ഫർദർ ലയബിലിറ്റി അറ്റ് ഓൾ. അപ്പോൾ ഞാൻ ഈ 10 ഷെയറിന് 100 രൂപയും ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് യാതൊരു ലയബിലിറ്റിയും ഉണ്ടാവില്ല. ആ കമ്പനി നഷ്ടത്തിലാണെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് ലയബിലിറ്റികളൊന്നും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കേണ്ടതായിട്ട് വരില്ല. കാരണം എൻ്റെ കയ്യിൽ ഒന്നും അൺപെയ്ഡ് എമൗണ്ട് ആയിട്ട് എൻ്റെ ഷെയറിൽ ഒന്നും കൊടുക്കണില്ല. If any amount is remained unpaid on shares, it will be called up at any time during the life of the company or at the time of winding up. അപ്പോൾ ഏതെങ്കിലും ഞാൻ മേടിച്ചിട്ടുള്ള ഷെയറിൽ എത്രയെങ്കിലും എമൗണ്ട് അൺപെയ്ഡ് ഉണ്ടെങ്കിൽ അത് ഏത് സമയത്ത് വേണമെങ്കിലും അത് ആ കമ്പനി വിളിച്ചാൽ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് കമ്പനീനെ വിളിക്കുന്ന പേരാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. എൻ്റെ ഷെയർസിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് അൺപെയ്ഡ് എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയ്ക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ടിന് മാത്രമേ എനിക്ക് ലയബിലിറ്റി വരുള്ളൂ. അപ്പോൾ എൻ്റെ 100 രൂപയുടെ ഷെയർ ആണെങ്കിൽ 80 രൂപ ഞാൻ പേയ്ഡപ്പ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 20 രൂപ അൺപെയ്ഡ് ഉണ്ടെങ്കിൽ ആ കമ്പനിക്ക് എനിക്കുള്ള ബാധ്യത എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും കമ്പനി കോൾ ഫോർ ചെയ്യുകയാണ് അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് സമയത്ത് അതിൻ്റെ ലയബിലിറ്റീസ് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മാക്സിമം അവർ എത്ര രൂപ ചോദിക്കുമല്ലോ. എൻ്റെ കയ്യിൽ ഒരു ഷെയർ ആണെങ്കിൽ എൻ്റെ അൺപെയ്ഡ് എമൗണ്ട് ആയി 20 രൂപ. അപ്പോൾ മാക്സിമം എൻ്റെ കയ്യിൽ നിന്ന് ചോദിക്കുന്ന ക്യാഷ് എന്ന് പറയുന്നത് 20 റുപ്പീസാണ്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് കമ്പനികളെ വിളിക്കുന്ന പേരാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. ഓക്കെ. സെക്കൻഡ് ടൈപ്പ് ഈസ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അതും നമ്മൾ ഇന്നലെ ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഈസ് എ കമ്പനി ഹാവിംഗ് ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ ദി മെമ്മോറാണ്ടം to such amount as the members may respectively undertake by the memorandum
to contribute to the assets of the company in the event of its being wound up. Section 2 subsection 21 പ്രകാരമുള്ള മീനിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. അധികം കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, അതൊക്കെ മറ്റതൊക്കെ കോമൺ ആയിട്ട് ഇസ് എ കമ്പനി ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ലിമിറ്റഡ് by the memorandum to such amount as the members may respectively undertake by the memorandum to contribute to the assets of the company in the event of its being wound up. അതായത് മെമ്മോറാണ്ടം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ ഷെയർ ഹോൾഡറും പറയുന്നുണ്ടാവും. അതായത് നമ്മൾ വൗണ്ട് അപ്പ് ചെയ്യുന്ന സമയത്ത് അസറ്റ്സിൽ എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടായിട്ട് ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യാനായിട്ടുള്ള ക്യാഷ് നമ്മുടെ കമ്പനിയുടെ കയ്യിലില്ലെങ്കിൽ ഞാൻ ഇത്ര എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് ആ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ ഷെയർ ഹോൾഡറും ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഷെയർ ഹോൾഡറുടെ എമൗണ്ട് ഓഫ് ലയബിലിറ്റി ലിമിറ്റഡ് ടു ദാറ്റ് എമൗണ്ട് ഓൺലി. ഇപ്പോൾ സപ്പോസ് ഞാൻ പറഞ്ഞ എമൗണ്ട് 10,000 rupees ആണെങ്കിൽ കമ്പനിക്ക് 1 കോടി അല്ല 10 കോടി ലയബിലിറ്റി വന്നാലും ഞാൻ എത്ര കൊടുക്കുന്നുണ്ടോ, മാക്സിമം 10,000 വരെ നമുക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റിയും ഉള്ളൂ. ഓക്കെ, അങ്ങനെ മെമ്മോറാണ്ടത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു എമൗണ്ട് ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. To such amount as the member may respectively undertake by the memorandum. ആ ഷെയർ ഹോൾഡർ മെമ്മോറാണ്ടത്തിൽ എത്ര എമൗണ്ട് ആണ് അണ്ടർടേക്ക് ചെയ്തേക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? ടു കോൺട്രിബ്യൂട്ട് ടു ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി ഇൻ ദി ഇവന്റ് ഓഫ് ഇറ്റ്സ് ബീയിങ് വൗണ്ട് അപ്പ്. കമ്പനി അടച്ചുപൂട്ടുന്ന സമയത്ത് എൻ്റെ വക അസറ്റിലേക്ക് ഇത്ര എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് എത്ര എമൗണ്ട് ആണോ ഓരോ ഷെയർ ഹോൾഡറും പറഞ്ഞിട്ടുള്ളത് അത്രയ്ക്ക് എമൗണ്ട് ഓഫ് ലയബിലിറ്റിയെ ഓരോ ഷെയർ ഹോൾഡേഴ്സിനും വരുള്ളൂ. ഓക്കെ, അതാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ദീസ് കമ്പനി ആർ ജനറലി ഫോംഡ് വിതൗട്ട് ഷെയർ ക്യാപിറ്റൽ ഫോർ നോൺ ട്രേഡിംഗ് പർപ്പസ്. എക്സാമ്പിൾസ് ചേംബർ ഓഫ് കൊമേഴ്സ്, ട്രേഡ് അസോസിയേഷൻസ് എക്സെട്ര. അപ്പോൾ അവർക്ക് ലിമിറ്റഡ് ബൈ ഷെയർസ് അല്ല, കാരണം ഒരു ഒട്ടുമിക്ക കമ്പനികളും ഷെയർ ക്യാപിറ്റൽ ഇല്ലാണ്ട് ഒരു നോൺ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി ഫോർമുലേറ്റ് ചെയ്ത കമ്പനികളൊക്കെയാണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കമ്പനി ആയിട്ട് വരിക. എക്സാമ്പിൾ ചേംബർ ഓഫ് കോമേഴ്സ്, ട്രേഡ് അസോസിയേഷൻ അങ്ങനെയൊക്കെ ഇല്ലേ. ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് ട്രേഡിംഗ്, അതായത് സെയിൽസോ ട്രേഡിംഗ് നടത്താൻ വേണ്ടിയിട്ടല്ല, ഒരു കോമൺ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു കമ്പനി ആണെങ്കിൽ മാത്രമേ ഇതുപോലത്തെ ടൈപ്പ് ഓഫ് ഗ്യാരണ്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് സെക്കൻഡ് ടൈപ്പായിട്ട് വന്നിരിക്കുന്നത്, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. മെമ്മോറാണ്ടം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എത്ര എമൗണ്ട് ആണോ ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ എമൗണ്ട് ഓഫ് ലയബിലിറ്റി മാത്രമേ നമുക്ക് വരുള്ളൂ, അതിൽ കൂടുതൽ നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടതായിട്ട് വരില്ല. ഈ ടൈപ്പ് ഓഫ് കമ്പനികൾക്ക് സാധാരണ ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവില്ല. ഒരു ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടല്ല ഈ ടൈപ്പ് ഓഫ് കമ്പനി ഫോർമുലേറ്റ് ചെയ്യുക, ഒരു ജനറൽ പർപ്പസിന് വേണ്ടി. ചേംബർ ഓഫ് കൊമേഴ്സ്, ട്രേഡ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് അവരുടെ ആക്ടിവിറ്റീസിൻ്റെ, ഇപ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ബിസിനസ് നടത്തുന്ന എല്ലാ ഓൺടർപ്രണേഴ്സും കൂടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അസോസിയേഷനാണ്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫിലൊക്കെയാണ് ഇതുപോലത്തെ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി വരിക. ഓക്കെ, നെക്സ്റ്റ് ഈസ് അൺലിമിറ്റഡ് കമ്പനി. ഇതിൽ തന്നെ മൂന്നാമത്തെ ടൈപ്പാണ് അൺലിമിറ്റഡ് കമ്പനി. ഇറ്റ് മീൻസ് എ കമ്പനി നോട്ട് ഹാവിങ് എനി ലിമിറ്റ് ഓൺ ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് കമ്പനികളിലെ ഷെയർ ഹോൾഡേഴ്സിന് യാതൊരു ലിമിറ്റും ഇല്ല. അവർക്ക് എത്രയാണോ ലയബിലിറ്റി വന്നേക്കുന്നത് ആ ലയബിലിറ്റിയുടെ ഒരു ഈക്വൽ പ്രൊപ്പോർഷൻ. ഇപ്പോൾ സപ്പോസ് 10 ലക്ഷം രൂപ ലയബിലിറ്റി വന്നെന്ന് വിചാരിക്കുക. ആ കമ്പനിയിൽ 10 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ 10 പേരും ഓരോ ലക്ഷം രൂപ വെച്ചിട്ട് കൊടുത്ത് ആ ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യണം. ലയബിലിറ്റിയിൽ യാതൊരു ലിമിറ്റേഷനും ഇല്ല. ഇറ്റ് മീൻസ് എ company not having any limit on the liability of its members. The members or shareholders have collectively an unlimited liability towards the assets, debts and obligations of the company irrespective of the capital contributed by them. അവരെ എത്ര ക്യാപിറ്റൽ കൊണ്ടുവന്നു അതൊന്നും അവർ നോക്കണില്ല. മൊത്തം ലയബിലിറ്റി ഈക്വൽ ആയിട്ട് എല്ലാ ഷെയർ ഹോൾഡേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യണം. ചിലപ്പോൾ ലയബിലിറ്റി ഇല്ലെങ്കിൽ അവർ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കുറേ ലയബിലിറ്റി ഇല്ലെങ്കിൽ അത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഷെയർ ഹോൾഡറും അവരുടെ ഈ പോർഷൻ അവർ ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യാനായിട്ടുള്ള എമൗണ്ട് അവർ കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് കമ്പനീനെ വിളിക്കുന്ന പേരാണ് അൺലിമിറ്റഡ് കമ്പനീസ്. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റിയിൽ 3 സബ് ക്ലാസിഫിക്കേഷനാണ് വരിക. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്, അതാണെന്ന് വെച്ചെങ്കിൽ എന്താണ്, അവരുടെ ഷെയർസിൻ്റെ അൺപെയ്ഡ് എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമേ അവരുടെ ലയബിലിറ്റി ആയിട്ട് വരുള്ളൂ. സെക്കൻഡ് വൺ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവർ എത്ര എമൗണ്ട് ആണോ അതിൽ എഴുതി കൊടുത്തിരിക്കുന്നത് അത്രയ്ക്ക് ലയബിലിറ്റി അവർക്ക് വരുള്ളൂ. ദെൻ തേർഡ് വൺ ഈസ് അൺലിമിറ്റഡ് ലയബിലിറ്റി. യാതൊരു ലിമിറ്റും ഇല്ല, എത്ര എമൗണ്ട് ആണോ അവർക്ക് ടോട്ടൽ ലയബിലിറ്റി വന്നേക്കുന്നത് അത് ആ കമ്പനിയിലത്തെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ആ ഓരോ പോർഷനും അവരെ കമ്പനിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ,
നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ഷെയർസ്. അവരുടെ കയ്യിലുള്ള ഓരോ ഷെയർസ് ഹോൾഡേഴ്സും എത്ര ഷെയർ ക്യാപിറ്റലാണ്, എത്ര നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആണ്, അതിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് പ്രൈവറ്റ് കമ്പനി. ബേസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർസ്, എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് ആ നമ്പറിൻ്റെ ബേസിസിൽ നമുക്ക് കമ്പനീനെ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രൈവറ്റ് കമ്പനി. നമ്പർ ഓഫ് മെമ്പേഴ്സ് on the basis of number of members. Private company, a company formed with a minimum number of 2 persons is known as private company. ഒരു കമ്പനിയിൽ മിനിമം 2 മെമ്പേഴ്സ് മാത്രമുള്ളൂ എന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈവറ്റ് കമ്പനി. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 1 person കമ്പനി പഠിച്ചിരുന്നു. അതിൽ എത്ര പേരുണ്ടായിരുന്നുള്ളൂ? ഒരാളുണ്ടായിരുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 പേരുണ്ടാവണം. ദിസ് ഫോം ഈസ് മോസ്റ്റ് സൂട്ടബിൾ ഫോർ ക്യാരിയിങ് ബിസിനസ് ഇൻ എ ഫാമിലി സെറ്റപ്പ്. ഈ ഫാമിലി കുടുംബ ബിസിനസ് എന്ന് കേൾക്കില്ലേ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബിസിനസ് ഒക്കെയാണ് ഇതുപോലത്തെ പ്രൈവറ്റ് കമ്പനിയുടെ അണ്ടറിൽ വരുന്ന കമ്പനികളായിട്ട് പറയുന്നത്. നോ മിനിമം പെയ്ഡപ്പ് ക്യാപിറ്റൽ. മിനിമം പെയ്ഡപ്പ് ക്യാപിറ്റൽ ഇത്ര വേണമെന്നില്ല, പണ്ടുണ്ടായിരുന്നു. അതായത് 2013 ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അറ്റ്ലീസ്റ്റ് മിനിമം എമൗണ്ട് 1 lakh rupees വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ 2015 അമെൻമെൻറ്റ് പ്രകാരം അത് മാറ്റി ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു മിനിമം എമൗണ്ട് ഓഫ് പെയ്ഡപ്പ് ക്യാപിറ്റൽ ഒന്നും പറയുന്നില്ല. അതാണ് അടുത്ത ഫീച്ചറായിട്ട് പറയുന്നത്. നോ പെയ്ഡപ്പ് മിനിമം പെയ്ഡപ്പ് ക്യാപിറ്റൽ. റെസ്ട്രിക്ട് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഇറ്റ് ഷെയർസ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഫ്രീ ട്രാൻസ്ഫറിബിലിറ്റി ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അതിലത്തെ ഷെയർസ് നമുക്ക് ഫ്രീ ആയിട്ട് അധികം ലീഗൽ ഫോർമാലിറ്റി ഒന്നും ഇല്ലാണ്ട് സാധാരണ ഒരു പ്രൊഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന പോലെ ചെയ്യാനായിട്ട് പറ്റില്ല. റെസ്ട്രിക്ട് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഇറ്റ്സ് ഷെയർസ്. ഇറ്റ് ഡസ് നോട്ട് ഇൻവൈറ്റ് ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഇറ്റ് ഷെയർസ്. പോലെ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ, അതായത് ഷെയർ ക്യാപിറ്റൽ സൊസൈറ്റിയിൽ ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഈ ഒരു ടൈപ്പ് ഓഫ് കമ്പനിയിൽ ഇല്ല. അതിലത്തെ ആൾക്കാർക്ക് മാത്രമേ, ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് മാത്രമേ അതിലത്തെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പബ്ലിക്കിനെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പാടില്ല. ദെൻ ദ മാക്സിമം നമ്പർ ഈസ് 200. അതുപോലെ നമുക്ക് മാക്സിമം ഇഷ്യൂ ചെയ്യാവുന്ന ഷെയർ ഹോൾഡേഴ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 200 ആണ്. 2 or more persons jointly hold the 1 or more shares, they shall be treated as a single member. അതായത് 2-3 പേര് കൂടിയിട്ട് 1-2 ഷെയർസ് ജോയിൻ്റ്ലി ഹോൾഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. അവരെ ഒരു മെമ്പറായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ ഞാനും നിങ്ങളൊരാളും കൂടിയിട്ടാണ് ഒരു ഷെയർ വാങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ 2 ഷെയർ ഹോൾഡേഴ്സിന് കൗണ്ട് ചെയ്യില്ല, 1 ഷെയർ ഹോൾഡർ എന്ന രീതിയിൽ കൗണ്ട് ചെയ്യുള്ളൂ. അതെൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഇപ്പോൾ സപ്പോസ് ഒരു ഷെയറിൻ്റെ വില 100 രൂപയാണെന്ന് വിചാരിക്കുക. ആ 100 രൂപയിൽ 50 രൂപ ഞാനെടുത്തു, 50 രൂപ നിങ്ങളെടുത്തു. അപ്പോൾ എത്രയാണ്? ഞാൻ പകുതി കാശ് എടുത്തു, നിങ്ങൾ പകുതി കാശ് എടുത്തു. അപ്പോൾ നമ്മൾ 2 പേരും ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സാണ്. പക്ഷേ 1 എന്നായിട്ട് കൗണ്ട് ചെയ്യുള്ളൂ. അവിടെ ശരിക്കും 2 ഷെയർ ഹോൾഡേഴ്സ് വരും, പക്ഷേ 1 കൗണ്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതാണ് പറയുന്നത്. 2 or more persons jointly hold the 1 or more shares, they shall be treated as a single member. It must add the word private limited at the end of its name. ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അതിൻ്റെ ലാസ്റ്റിൽ നമ്മൾ കാണാറുണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കാണാറുണ്ട്. ഇതുപോലെ പ്രൈവറ്റ് ലിമിറ്റഡ് ആഡ് ചെയ്യുന്നത് നിർബന്ധമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. മിനിമം 2 നമ്പേഴ്സാണ് വേണ്ടത്, മാക്സിമം 200 ആണ്. അതിൽ പെയ്ഡപ്പ് ക്യാപിറ്റലിന് മിനിമം ഇല്ല. അതുപോലെ പബ്ലിക്കിന് ഇതിൽ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കൊടുക്കില്ല. അതുപോലെ ഷെയർസ് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യില്ല. പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ വേർഡ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് കമ്പനി ഇതാണ്. സെക്കൻഡ് വൺ ഈസ് പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനി അല്ലാത്ത ബാക്കി എല്ലാ കമ്പനികളെയും എന്തെന്ന് വിളിക്കും? പബ്ലിക് കമ്പനി എന്ന് വിളിക്കും. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഈസ് 7. നമ്മൾ നേരത്തെ പ്രൈവറ്റ് കമ്പനിയിലും മിനിമം നമ്പർ 2 എന്ന് പറഞ്ഞു കൊടുത്ത് ഇവിടുത്തെ മിനിമം നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ടു ദി മാക്സിമം നമ്പർ. പ്രൈവറ്റ് കമ്പനിയിൽ മാക്സിമം നമ്പർ 200 എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഏതിലില്ല? പബ്ലിക് കമ്പനിയിലില്ല. അവിടെ എത്ര നമ്പർ ഓഫ് മെമ്പേഴ്സ് വേണമെങ്കിലും ആവാം, ഒരു റെസ്ട്രിക്ഷനും അതിനില്ല. ദേ ക്യാൻ ഇൻവൈറ്റ് ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഇറ്റ് ഷെയർസ്. നേരത്തെ നമ്മൾ പ്രൈവറ്റ് കമ്പനിയിൽ പഠിച്ചു ഷെയർസ് പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ലയെന്ന്. പക്ഷെ അങ്ങനെയല്ല, പബ്ലിക് കമ്പനി ആണെങ്കിൽ അതിൻ്റെ ഷെയർസ് നമുക്ക് പബ്ലിക്കിനെ ഓഫർ ചെയ്യാം. ദെൻ ദ ഷെയർസ് ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. നമ്മൾ പ്രൈവറ്റിൽ പഠിച്ചു ഷെയർസ് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ സാധാരണ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന പോലെ നമുക്ക് വാങ്ങാനായിട്ട് പറ്റില്ല എന്ന് പഠിച്ചു ഇതിൽ പ്രൈവറ്റ് കമ്പനിയിൽ. പക്ഷേ പബ്ലിക് കമ്പനി ആണെങ്കിൽ നമുക്ക് ഷെയർസ് എല്ലാം
ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ദെൻ നോ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇതിലും പണ്ട് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നു 5 lakhs എന്നായിരുന്നു 2013 ആക്ട് പ്രകാരം ഉണ്ടായിരുന്ന ഒരു മിനിമം എമൗണ്ട് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. നിർബന്ധമായിട്ടും 5 ലക്ഷം വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ പുതിയ നിയമപ്രകാരം എന്താണെന്ന് വെച്ചാൽ അമെൻമെൻറ്റ് വന്നു 2015 അമെൻമെൻറ്റ് വന്നപ്പോൾ ആ ഒരു റെസ്ട്രിക്ഷൻ ഒഴിവാക്കി അവിടെയും ഒരു മിനിമം ഇത്ര എമൗണ്ട് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വേണ്ട എന്നുള്ളൊരു ഓർഡർ വന്നു. അപ്പോൾ ഇതൊക്കെയാണ് നേരത്തെ നമ്മൾ പഠിച്ച പ്രൈവറ്റ് കമ്പനിയുടെ നേരെ ഓപ്പോസിറ്റാണ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. ഒരു പ്രൈവറ്റ് കമ്പനി അല്ലാത്ത എല്ലാ കമ്പനികളും ഏതിൻ്റെ അണ്ടറിൽ വരും? പബ്ലിക് കമ്പനിയിൽ വരും. മിനിമം നമ്പർ വരുന്നത് 7, മാക്സിമം ലിമിറ്റ് ഇല്ല. പബ്ലിക്കിന് ഓഫർ ചെയ്യാം. അതുപോലെ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. മിനിമം എമൗണ്ട് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ റെസ്ട്രിക്ഷൻ ഇല്ല. ഓക്കെ. നെക്സ്റ്റ് ടൈപ്പ് ഈസ് 1 person കമ്പനി. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് 1 person കമ്പനി. ഒരു മെമ്പറുള്ള കമ്പനീനെ വിളിക്കുന്ന പേരാണ് 1 person കമ്പനി. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രൈവറ്റ് കമ്പനി തന്നെയാണ്. പ്രൈവറ്റ് കമ്പനിയുടെ ഒരു സബ് ടൈപ്പായിട്ട് വരുന്നതാണ്. അതിൽ നമ്മളൊരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം 2 members വേണമെന്നുണ്ട്. പക്ഷെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഒരു മെമ്പർ മാത്രമേ ഉള്ളൂവെങ്കിൽ അത് ഏതായിട്ട് വരും? 1 person കമ്പനിയായിട്ട് വരും. The memorandum of 1 person company shall indicate the name of the other person with his prior consent, who shall in the event of the subscriber's death or his incapacity to contract become the member of the company. അതായത് ഈ ഒരു കമ്പനിയിലപ്പോൾ ഒരാളുണ്ടാവുമല്ലോ, ആ 1 person കമ്പനിയിലെ മെമ്മോറാണ്ടം പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ വേറൊരാളുടെ പേരും കൂടി അതിൽ മെൻഷൻ ചെയ്യണം. ആളുടെ കൺസെൻറ്റോട് കൂടി ആളോട് ചോദിച്ചിട്ട് ആ 1 person കമ്പനിയിലെ മെമ്മോറാണ്ടത്തിൽ മറ്റൊരാളുടെ പേരും കൂടിയും എൻക്ലോഷർ ചെയ്യണം. ആ ആളാണ് ഇപ്പോൾ ഈ ഒരാൾക്ക് ഈ കമ്പനിയിൽ ആകെ ഒരാളുള്ളൂ. ബൈ ചാൻസ് അയാൾ എന്തെങ്കിലും മരിക്കുകയോ അല്ലെങ്കിൽ അയാൾക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊരു ഇൻകപ്പാസിറ്റി വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആർക്ക് പോവും? ആരുടെ പേരാണോ ആ മെമ്മോറാണ്ടത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആളായിരിക്കും പിന്നെ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡറായിട്ട് മാറും. അപ്പോൾ അത് നിർബന്ധമുള്ള കാര്യമാണ്. 1 person കമ്പനി ആണെങ്കിൽ അതിലെ മെമ്മോറാണ്ടം പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ഒരാളുടെ പേരും കൂടി മെൻഷൻ ചെയ്യണം. ഈ ഒരാൾ ആളുടെ മരണശേഷമോ അല്ലെങ്കിൽ ആളുടെ ഇൻകപ്പാസിറ്റി ആകുമ്പോഴോ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം ആരാണോ അയാളുടെ പേര് മാറിയിട്ട് ആരുടെ പേരാണോ മെമ്മോറാണ്ടത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആളുടെ പേര് അതിലേക്ക് ഇൻക്ലൂഡഡ് ആയി അയാളായിരിക്കും പിന്നെ ആ ഒരു 1 person കമ്പനിയുടെ ഷെയർ ഹോൾഡറായിട്ട് മാറും. അപ്പം അങ്ങനെ നമ്മൾ ഇപ്പോൾ സപ്പോസ് ഇപ്പോഴത്തെ ഉള്ള ആൾ മരിച്ചിട്ട് മറ്റാൾക്ക് ചാർജ് കൊടുക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീനെ അറിയിച്ചിരിക്കണം. കാരണം അല്ലെങ്കിൽ മറ്റാളുടെ പേരിൽ തന്നെയായിരിക്കും ഇപ്പോഴത് കിടക്കുന്നുണ്ടാവുക. അത് കൃത്യമായിട്ട് നമ്മൾ അറിയിച്ചിരിക്കണം. അത് മാത്രം ഇതിലൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. വേറെ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല. ഒരാൾ മാത്രം ഉണ്ടാവുള്ളൂ. അയാൾ തന്നെയായിരിക്കും ഷെയർ ഹോൾഡർ. അയാൾ തന്നെയായിരിക്കും ബോർഡ് ഓഫ് ഡയറക്ടറിൽ ആകെ ഒരു മെമ്പർ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻസ് ആണ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് മെമ്പേഴ്സ്. നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ ബേസിൽ നമ്മൾ കമ്പനീനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി ആൻഡ് 1 person കമ്പനി. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് ഈസ് കമ്പാരിസൺ ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. നമ്മൾ നേരത്തെ പഠിച്ച പ്രൈവറ്റ് കമ്പനിയുടെയും പബ്ലിക് കമ്പനിയുടെയും ഡിഫറൻസുകൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ബേസിസ് നമ്പർ ഓഫ് ഷെയർസ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അതിൽ മിനിമം ഓഫ് 2 members വേണം. അത് മാക്സിമം 200 വേണം. അതേസമയം പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 7 members വേണം. മാക്സിമത്തിന് യാതൊരു ലിമിറ്റേഷനും ഇല്ല. എത്ര നമ്പർ വേണമെങ്കിലും ആവാം. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഡിഫറൻസ് വന്നിരിക്കുന്നത്. നമ്പർ ഓഫ് ഷെയർസ് ആണ് പ്രൈവറ്റിനും പബ്ലിക്കിനും സെപ്പറേറ്റ് പഠിക്കാം. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് പബ്ലിക് ഇൻവിറ്റേഷൻ ഓഫ് ക്യാപിറ്റൽ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പബ്ലിക് ഇൻവിറ്റേഷൻ പറ്റില്ല. പബ്ലിക് കമ്പനി ആണെങ്കിൽ പബ്ലിക് ഇൻവിറ്റേഷൻ പറ്റും. അപ്പോൾ നോ പബ്ലിക് ഇൻവിറ്റേഷൻ ഇൻ പ്രൈവറ്റ് കമ്പനി. ഇൻ പബ്ലിക് കമ്പനി പബ്ലിക് ഇൻവിറ്റേഷൻ ഈസ് അലൗഡ്. Then third one is transferability of shares. Transferability is restricted in case of private company. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ പബ്ലിക് കമ്പനി ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാം. നെക്സ്റ്റ് ഈസ് നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്. ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് 2 ആണ്. പബ്ലിക് കമ്പനിയിലാണെങ്കിൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് 3 എങ്കിലും വേണം. അറ്റ്ലീസ്റ്റ് 3 എങ്കിലും വേണം അതിൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട്.
നെക്സ്റ്റ് വൺ ഈസ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു ബുക്ക്ലെറ്റ് പോലത്തെ ഒരു സംഭവമാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ നമ്മൾ പബ്ലിക്കിന് ഷെയർസ് സബ്സ്ക്രിപ്ഷന് കൊടുക്കണില്ല, അപ്പോൾ അവരെന്ത് ഇഷ്യൂ ചെയ്യേണ്ട? പ്രോസ്പെക്ടസും ഇഷ്യൂ ചെയ്യേണ്ട. പക്ഷേ പബ്ലിക് കമ്പനി ആണെങ്കിൽ നമ്മൾ നമ്മുടെ ഷെയർസ് പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യണം? പ്രോസ്പെക്ടസും ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ഈസ് നോട്ട് റിക്വയർഡ്. ഇൻ ദ കേസ് ഓഫ് പബ്ലിക് കമ്പനി ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ഈസ് റിക്വയർഡ്. അതാണ് അടുത്ത ബേസ് ആയിട്ട് വരുന്നത് പ്രോസ്പെക്ടസ്. നെക്സ്റ്റ് വൺ ഈസ് മിനിമം സബ്സ്ക്രിപ്ഷൻ. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇത്രയ്ക്ക് മിനിമം സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടണം എന്ന് നിർബന്ധമുള്ളത്. അങ്ങനെ ഒരു നിർബന്ധം ഏതിലില്ല? പ്രൈവറ്റ് കമ്പനിയിലില്ല. കാരണം അവർ പ്രൈവറ്റ് കമ്പനി പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ മിനിമം സബ്സ്ക്രിപ്ഷൻ വേണമെന്ന് നിർബന്ധം പിടിക്കാനായിട്ട് പാടില്ല. അതേസമയം പബ്ലിക് കമ്പനി ആണെങ്കിൽ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്ത ഷെയർസ് ഇത്രയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് ഈസ് പ്രൊവിഷൻ ഫോർ എൻട്രൻച്ച്മെൻറ്റ് ഇൻ ആർട്ടിക്കിൾ. എൻട്രൻച്ച്മെൻറ്റ് ഇൻ ആർട്ടിക്കിൾ നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ മീനിങ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻട്രൻച്ച്മെൻറ്റ് ഓഫ് ആർട്ടിക്കിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനായിട്ട്. അങ്ങനെ നമ്മൾ ചേഞ്ചസ് വരുത്തുന്നത് ഇൻ ദ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി ഇറ്റ് ഈസ് അഗ്രീഡ് ആൻഡ് അപ്രൂവ്ഡ് ബൈ ഓൾ ദി മെമ്പേഴ്സ്. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ മെമ്പേഴ്സും അത് അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റുള്ളൂ. പക്ഷേ പബ്ലിക് കമ്പനി ആണെങ്കിൽ നമുക്കൊരു ജനറൽ മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും. അപ്പോൾ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ എല്ലാ മെമ്പേഴ്സിനെയും ഒപ്പ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അവരെല്ലാം റെഡി എന്ന് യെസ് എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റുള്ളൂ. അതേസമയം പബ്ലിക് കമ്പനി ആണെങ്കിൽ നമുക്ക് അങ്ങനെ എല്ലാവരുടെയും ഒപ്പ് ശേഖരണത്തിൽ നടക്കേണ്ട ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് നമുക്ക് അതിൽ ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ക്വാറം ഓഫ് മീറ്റിംഗ്. ക്വാറം ഓഫ് മീറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു മീറ്റിംഗ് കൺവീൻ ചെയ്യുമ്പോൾ അതിൽ എത്ര പേര് പ്രസൻ്റ് ആവണമെന്ന് അതിന് വിളിക്കുന്ന പേരാണ് ക്വാറം ഓഫ് മീറ്റിംഗ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ആകെ 2 പേരായാലും നമുക്കൊരു മീറ്റിംഗ് കൺവീൻ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ പബ്ലിക് കമ്പനി ആണെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു പബ്ലിക് കമ്പനിയിൽ 1000-1000-ൽ കുറവ് മെമ്പേഴ്സ് ആണെങ്കിൽ എത്ര പേര് മതി? 5 പേരായാലും നമുക്ക് ആ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം ടോട്ടൽ മെമ്പേഴ്സ് 1000-നും 5000-നും ഇടയിലാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 15 പേരെങ്കിലും വന്നാലേ നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ദെൻ 5000-ന് മുകളിൽ മെമ്പേഴ്സ് ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ 30 പേര് വന്നാൽ മാത്രമേ നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതാണ് അടുത്തൊരു ഡിഫറൻസ് വന്നിരിക്കുന്നത്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 പേരുണ്ടായി നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പബ്ലിക് ആണെങ്കിൽ നല്ല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ നമ്പർ നോക്കിയിട്ട് ആ പ്രിസ്ക്രൈബ്ഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ് വന്നാൽ മാത്രമേ നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കഴിഞ്ഞിട്ടില്ല 3 പോയിന്റും കൂടി ഉണ്ട്, അത് അടുത്ത സ്ലൈഡിലാണ്. അപ്പോൾ ഇതിങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഒരു പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും മീനിങ് കുറച്ചും കൂടിയും ഓർമ്മയിൽ നിൽക്കും. നെക്സ്റ്റ് പോയിന്റ് ഈസ് മാനേജറിയൽ റെമ്യൂണറേഷൻ. നോ റെസ്ട്രിക്ഷൻസ് ആസ് ടു പേയ്മെൻറ്റ് ഓഫ് റെമ്യൂണറേഷൻ. നമ്മൾ കൊടുക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനൊക്കെ കൊടുക്കുന്ന റെമ്യൂണറേഷനിൽ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ നമുക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും റെമ്യൂണറേഷൻ സാലറി ആയിട്ടും കമ്മീഷനായിട്ടും എത്ര എമൗണ്ട് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 11% ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ്. അവർക്ക് കൊടുക്കുന്ന പ്രോഫിറ്റ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ 11%-നേക്കാൾ കൂടാനായിട്ട് പാടില്ല. അങ്ങനെ റെസ്ട്രിക്ഷൻ ഉണ്ട് പബ്ലിക് കമ്പനിയിലാണെങ്കിൽ. പ്രൈവറ്റ് കമ്പനി റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, നമുക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും റെമ്യൂണറേഷനായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സ്പെഷ്യൽ പ്രിവിലേജസ്. സ്പെഷ്യൽ പ്രിവിലേജസ് കൂടുതലുള്ളത് പ്രൈവറ്റ് കമ്പനിയിലാണ്. കാരണം നിയമപ്രകാരം പല ആനുകൂല്യങ്ങളും കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്പനി എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്. പബ്ലിക് കമ്പനിയിൽ അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യൽ പ്രിവിലേജസ് ഒന്നുമില്ല. ഒരു സാധാരണ ഒരു നോർമൽ കമ്പനി ഫംഗ്ഷൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു പബ്ലിക് കമ്പനി ഫംഗ്ഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ ലാസ്റ്റ് വൺ ഈസ് യൂസ് ഓഫ് ദി വേർഡ് ലിമിറ്റഡ്. അതായത് ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ നേരത്തെ മീനിങ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ആ കമ്പനിയുടെ പേരിൻ്റെ ഒപ്പം പ്രൈവറ്റ് ലിമിറ്റഡിന് ആഡ് ചെയ്യണം. പബ്ലിക് കമ്പനി ആണെങ്കിൽ ഒരു പബ്ലിക് ലിമിറ്റഡ് എന്ന് എഴുതണ്ട, ലിമിറ്റഡ് എന്ന് എഴുതിയാൽ മതി. പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് എഴുതണം. പബ്ലിക് കമ്പനി ആണെങ്കിൽ വെറും ലിമിറ്റഡ് എന്ന് എഴുതിയാൽ അങ്ങനെയാണ് അതിൻ്റെ പേരിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം, ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതാണ് 11 ഡിഫറൻസ് ആണ്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. താങ്ക് യു.